ഇനിയുള്ള കാലം ഈശോ നാളുകൾക്ക് പറയുന്നത്, ഈ സക്കറിയ പുസ്തകം 13:7 വചനം ഈ നാളുകൾക്ക് എനിക്ക് ആവർത്തിച്ചു തരുന്നുണ്ട്. അതായത്, ഞാൻ ഇടയനെ അടിക്കും, കർത്താവരുളി ചെയ്ത് ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിക്കപ്പെടും, ദേശത്തിൽ 2 ഭാഗം നശിപ്പിക്കപ്പെടും, 1 ഭാഗം അവശേഷിക്കും. ആ 1 സ്വർണ്ണം അഗ്നിയിലൂടെ എന്നതുപോലെ ഞാൻ ശുദ്ധി വരുത്തും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവരുടെ ദൈവം എന്ന് വിളിച്ചു പറയും. എന്നിട്ട് പറയും, ഇത് 2ാം വരവിൻ്റെ അടയാളം, പരിശുദ്ധ റോസാമിശിഹാ മാതാവിൻ്റെ അടയാളങ്ങളെല്ലാം ശരിക്കും നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള അടയാളം. മാനസാന്തരത്തിൽ ഈശോയിലേക്ക് വരും. പലപ്പോഴും ഞാൻ ധ്യാനങ്ങളും ശുശ്രൂഷകളും കർമ്മശീലത്തൊക്കെ പഠിച്ചു, ആളുകൾ ഒത്തിരി വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് വരുന്നുണ്ടെങ്കിലും ലക്ഷ്യം എപ്പോഴും ഈ ലോകത്ത് ഈ ലോകം പണിയുക, കിങ്ഡം ഓഫ് ലോകത്തിന്റെ കിങ്ഡം, നമ്മുടെ രാജ്യം, മൈ കിങ്ഡം, എന്റെ രാജ്യം പണിയാൻ വേണ്ടിയുള്ള നേട്ടം, ദൈവരാജ്യം. അതിലേക്ക് നോക്കുന്നു. ഉദ്ധിതനോട് കൂടെയുള്ള, വിശുദ്ധരോട് കൂടെയുള്ള, 12 അപ്പസ്തോലന്മാരുടെ കൂടെയുള്ള, വിശുദ്ധരോടും മാലാഖമാരും സ്വർഗവാസികളോടും കൂടെയുള്ള ആ ഒരു ജീവിതത്തെ ലക്ഷ്യമാക്കിയല്ല പലപ്പോഴും പല ആളുകൾ ഇവൻ ധ്യാനം പോലും കൂട്ടുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അതാണ് ഇവിടെ ലക്ഷ്യം മാറണം. പിശാചിന്റെ ലക്ഷ്യങ്ങൾ കേൾക്കരുത്. പലരും വിചാരം ഈ ലോക ജീവിതമാണ്, ഒരൊറ്റ ജീവിതമുള്ളൂ, എല്ലാവരും ഇതൊരു ജീവിതമുള്ളൂ, ഇതിനുശേഷം ജീവിതം പാടാൻ, നിനക്കൊരു ഈ ജീവിതമല്ലേ ഉള്ളൂ, നിന്റെ ജീവിതം തീർന്നു, നിന്റെ ജീവിതം എങ്ങനെ? ഇതല്ല ജീവിതം. ഒത്തിരി പേർക്ക് തെറ്റിപ്പറ്റി, ഇതല്ല ജീവിതം, വരാൻ പോകുന്നതാണ്. ഈശോയോടും സ്വർഗവാസികളോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതമാണ് ജീവിതം. ഇത് ജീവിതമൊന്നുമല്ല, ഇതൊരു കുറച്ച് നാൾ ടൈം പാസ്, പെട്ടെന്ന് തീർന്നു പോകുന്ന സമയമാണ്. സങ്കീർത്തനം 90:1 മുതൽ 8 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഇതൊരു മാറിപ്പോ മനുഷ്യൻ പൊടിയാണ്, ആ പൊടിയിലേക്ക് മടങ്ങേണ്ടവനാണ്, അവനെ ദൈവം എടുത്ത് ഈ ലോകത്തുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയ സംഭവം. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വലിയ ശക്തമായ പ്രവർത്തനം നടക്കുന്ന സമയമാണ് ഈ സമയത്ത്. അതുകൊണ്ട് ഈ ലോകാരൂപി നമ്മൾ വിട്ടുപോകേണ്ട സമയമാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവരാജ്യത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന ആത്മാക്കളായിട്ട് നമ്മൾ മാറുക, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ ലോക ജീവിതമല്ലത്. അപ്പൊ അത് ഹൃദയം സൂക്ഷിക്കണം.